ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിരങ്ങാ തോരൻ റെസിപ്പി ആയിട്ടാണ്. പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ മലപ്പുറത്താണ്, ഇവിടെ ചിരങ്ങ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ചിരങ്ങ എടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. വലിയ പീസാവരുത്, അതായത് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക്, വറ്റൽമുളക്, വേപ്പില ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല, അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി ഇത് വെന്ത് വരും. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഡിഷാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്രയും ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ചതവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരി മുളക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ആഡ് ചെയ്യാം, പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി ഇത് ചതച്ചിട്ട് നമ്മൾ ഉപ്പേരിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് ഒരല്പം തൈരും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് തൈര് ചേർത്തിട്ടില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.